ഈ RSSന്റെയും ഈ നരേന്ദ്രമോദിയുടെയും ഒക്കെ രാഷ്ട്രീയ വലയത്തിൽ നിന്ന് നിങ്ങൾ പറയുന്ന രാഷ്ട്രീയം ഉൾക്കൊള്ളുന്ന ആളുകളല്ല ഞങ്ങൾ എന്ന് പറയാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അവർ പറയുന്നത് ഞങ്ങൾ പേടിച്ച് ജീവിക്കുന്ന മനുഷ്യരാണെന്നാണ്. അവർ കാണുന്നത് ഒരു പക്ഷെ ഗുജറാത്തിനായിരിക്കും. എന്നാൽ ആ ഗുജറാത്തിൽ നിന്ന് ധീരയായിട്ടുള്ള ബിൽക്കീസ് ബാനോ അവരുടെ മുമ്പിലുണ്ട് എന്ന് എന്തുകൊണ്ട് നരേന്ദ്രമോദി മനസ്സിലാക്കുന്നില്ല? നരേന്ദ്രമോദിയെ മുട്ടുമടക്കിക്കൊണ്ട് ഈ രാജ്യത്തിന് മുൻപിൽ എനിക്ക് നീതി ഉണ്ട് എന്ന് സംസാരിച്ചിട്ടുള്ള ബിൽക്കീസ് ബാനു അദ്ദേഹത്തിന് മുമ്പിലുണ്ട്. മുസ്ലിം സ്ത്രീയാണ്, ഹിജാബുധാരിയാണ്, പർദ്ദ ധരിക്കുന്ന വ്യക്തിയാണ്. അവരുടെ കുടുംബത്തിലുള്ള കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒപ്പമുണ്ടായിരുന്ന ആളുകളെയും ഏറ്റവും ക്രൂരമായിട്ട് കൊലപ്പെടുത്തി, അവരെ ഏറ്റവും ക്രൂരമായിട്ട് ലൈംഗികമായിട്ട് ഉപദ്രവിച്ച വ്യക്തികളോട് കോടതിയിൽ നിന്ന് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ടുള്ള ബിൽക്കീസ് ബാനു നരേന്ദ്രമോദിയെ മുട്ടുകുത്തിച്ച ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ബിൽക്കീസ് ബാനുവിന്റെ അതേ രാഷ്ട്രീയമാണ് നമ്മൾ സംസാരിക്കുന്നത്. അതേ രാഷ്ട്രീയമാണ് നമ്മൾ സംസാരിക്കുന്നത്. അതേ മതത്തെയാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്. അതേ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കുക. ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരുപാട് പെൺകുട്ടികൾ, ഒരുപാട് സ്ത്രീകൾ ഈ രാജ്യത്ത് നിലകൊള്ളുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. പല മേഖലയിലാണ് അവർ ശോഭിക്കുന്നത്. പലര് രാഷ്ട്രീയത്തിലാണെങ്കിൽ പോരാട്ടം